രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. രണ്ട് വീഡിയോ ആയിട്ട് സംസാരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ സംസാരിച്ചാലും നിങ്ങൾ ഉൾട്ടായിട്ട് എടുക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് സംസാരിക്കാം. പിന്നെ ജാസ്മിൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോളല്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സീസൺ 6 കണ്ടസ്റ്റൻസ് ആരും എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളും അല്ല, എൻ്റെ അമ്മേൻ്റെ മക്കളും അല്ല, എൻ്റെ ആരുമല്ല. ദേ ആർ ജസ്റ്റ് കണ്ടസ്റ്റൻസ് ഫോർ മീ. ഐ എം ജസ്റ്റ് റിവ്യൂയിങ് ദ ഷോ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആര് തെറ്റ് ചെയ്യുന്നു അവരെ പറ്റി പറയുന്നു, ആര് ശരി പറയുന്നു അവരെ പറ്റി സംസാരിക്കുന്നു. തെറ്റും ശരിയും തീരുമാനിക്കാൻ നീയാണോ കോടതി എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഞാനാണ് കോടതി. ഞാൻ എന്ത് സംസാരിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുക. ഫ്രീഡം ഓഫ് സ്പീച്ചിന് വളരെയധികം റെസ്പെക്റ്റ് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ അങ്ങോട്ട് സംസാരിച്ചിട്ട് ഇതുവരെ ശീലിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇസ് ബെറ്റർ ദാൻ യു, ബെറ്റർ ദാൻ യു, ബെറ്റർ ദാൻ യു. നിങ്ങൾ വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ വൃത്തിക്കാൻ വച്ചിട്ടുണ്ട്. പേപ്പർ വരുമ്പോൾ ആക്രിക്കാർ വരുമ്പോൾ അത് തൂക്കി വിട്ടിട്ട് ആ പൈസയ്ക്ക് ഞാൻ പുട്ടടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളല്ല എന്നെ ജഡ്ജ് ചെയ്യേണ്ടത്. യു ഡോ ഹാവ് എനി റൈറ്റ് ടു ജഡ്ജ് മീ ബിക്കോസ് ഓൾ ആർ ഇംപെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്ററിലോട്ട് വരാം. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണെങ്കിൽ തിരക്കായതുകൊണ്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് പോവാം. മറ്റേ നാലിതായിട്ട് തിരിച്ചിട്ട് ബോംബ് എറിയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ലേ, അതിൽ ജാസ്മിൻ നല്ല രീതിയിൽ പ്ലേ ചെയ്തു. നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് പ്ലേ ചെയ്തു. കാരണം ഗബ്രിയോട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുകയും സംസാരിക്കുകയും നീ ഷോ കാണിക്കാൻ വരികയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അടയും ചക്കരയും പോലെ ഇരുന്നിരുന്ന ഒരു ആളിൽ നിന്നും പ്രത്യേകം മാറിയിട്ട് ഗബ്രി മറ്റേ ഇവിടെ കെട്ടി കുണുവാവെ പോലെ സ്കൂൾ ബാഗൊക്കെ കെട്ടണ പോലെ ഇതൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. അപ്പം ജാസ്മിൻ്റെ ഫൈറ്റ് വളരെ ഹെൽത്തിയും സ്ട്രോങ് ആയിട്ടും ഗബ്രിക്ക് വന്നിട്ട് ആ ഒരു പ്ലേ സ്പിരിറ്റിൽ വന്നൊരു വഴക്കായിട്ട് എടുക്കാതെ ആഫ്റ്റർ ദ ഗെയിം ഓൾസോ ഹീസ് ലൈക്ക് സംസാരിക്കാൻ നിൽക്കണ്ട തട്ടിത്തെറിപ്പിച്ച് പോവുക കണാന്നുള്ള കുറേ ഡയലോഗും കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും. ഒന്ന്, ജാസ്മിൻ ഗബ്രിയോട് ഗെയിം കളിക്കുന്ന സമയത്ത് കാണിച്ച ആറ്റിറ്റ്യൂഡും വാക്കുകളും ഒരു ആക്ഷനുള്ളത് പട്ടേന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആഫ്റ്റർ അതായിട്ട് പുറകെ നടന്ന് പറയടാ ഗബ്രി മക്രി എന്ന് പറഞ്ഞ് നടന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗെയിം. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ പുറകെ പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കേസ്, ലൈക്ക് ഗബ്രി ആ ഒരു ഫൈറ്റായിട്ട് എടുക്കാതെ ഒരു ഗെയിമാണ്, അത് കഴിഞ്ഞാൽ ഓക്കെ തംസപ്പ് എന്ന് പറഞ്ഞിട്ട് തംസപ്പല്ല ഹൈഫൈ പറഞ്ഞ് പോരാതെ പിന്നെയും അതിനെപ്പറ്റി സംസാരിച്ച് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയതിന് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഗബ്രി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയും ഒരു നെഗറ്റീവ് ഇതിലൂടെ ലൈക്ക് പോകുന്നതായിട്ടും ഗബ്രി എന്ന് പറഞ്ഞ പേഴ്സണെ മീറ്റ് ചെയ്യാതെ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ആ കൊച്ചിനെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബീറ്റ് ചെയ്യാൻ ആരുമില്ല. ബിക്കോസ് ഷീ ഈസ് എ വെരി സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്. ജാസ്മിൻ പറയുകയും ചെയ്തു ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി എന്നുള്ളത്. പക്ഷേ ഈ ഗബ്രിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു ഷാഡോ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ആണ് ജാസ്മിനെ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. വേറൊരു തരത്തിലോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ രീതിയിൽ ഫൈറ്റ് ചെയ്തപ്പോൾ സംസാരിച്ച രീതിയും ആ ഒരു സംഭവത്തിൻ്റെ ഇതും നമ്മൾ വിചാരിച്ചു ഉടക്കി പിരിഞ്ഞു നല്ല രീതിയിൽ പക്ഷേ ജാസ്മിൻ അതിനെ സ്പിരിറ്റോടെ എടുത്തു. ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ, അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ മരിയേ. പക്ഷെ ആ ഒരു തോട്ടം ആർക്ക് പോയില്ല? ഗബ്രിക്ക് പോയില്ല. അപ്പോൾ ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ സംസാരിച്ചത് അക്സെപ്റ്റ് ചെയ്ത് തരാത്തോണ്ടാണോ എന്ന് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും എന്താ പറയുക, ആ ഒരു കുണുവാവ എഫക്റ്റ് തന്നെയാണ് ആശാൻ അവിടെ ഇരുന്ന് പോകുന്നത്.